ഹായ് ഫ്രണ്ട്സ്, മെൻറ്റേഴ്സ് പിഎസ്സുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് 15, 28-നുമാണ് എക്സാം ഡേറ്റ്. ഇനിയുള്ള ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനായി എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഈ ക്ലാസ്സുകൾ 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. തുടർന്നുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ജീവശാസ്ത്രത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്, രോഗനിർണയ ടെസ്റ്റുകൾ. രോഗനിർണയ ടെസ്റ്റുകളിൽ നിന്ന് 1 മാർക്ക് എന്തായാലും ഉറപ്പായിട്ട് എക്സാമിൽ ലഭിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നല്ലതുപോലെ നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, ഫസ്റ്റത്തെയാണ് ബിലിറുബിൻ ടെസ്റ്റ്. ഏതാണ് ബിലിറുബിൻ ടെസ്റ്റ്? മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബിലിറുബിൻ ടെസ്റ്റ്. എന്താണ് മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബിലിറുബിൻ ടെസ്റ്റ്. അടുത്തതാണ് വാസർമാൻ ടെസ്റ്റ്. സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ്. ഏതാ വാസർമാൻ ടെസ്റ്റ്? സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. VDRL ടെസ്റ്റ്. VDRL ടെസ്റ്റും സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അപ്പൊ 2 ടെസ്റ്റുകളാണ് സിഫിലിസിനുള്ളത്, വാസർമാൻ ടെസ്റ്റും VDRL ടെസ്റ്റും. ഏതൊക്കെയാ? വാസർമാൻ ടെസ്റ്റ്, VDRL ടെസ്റ്റ്. അപ്പൊ സിഫിലിസിന് 2 ടെസ്റ്റുകളാണുള്ളത്. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇത് മസ്തിഷ്ക രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. മറക്കരുത്, ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് EEG. മസ്തിഷ്ക രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് EEG. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ ആണ്. ആരാണ്? ഹാൻസ് ബർഗർ. അപ്പം ബിലിറുബിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബിലിറുബിൻ ടെസ്റ്റ്. വാസർമാൻ ടെസ്റ്റ് സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അതുപോലെ വേറെ ടെസ്റ്റുകളുണ്ട് സിഫിലിസ് കണ്ടുപിടിക്കാനുള്ളത്. അതേതാണ്? VDRL ടെസ്റ്റ്. ഏതാ? VDRL ടെസ്റ്റും വാസർമാൻ ടെസ്റ്റും. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് മസ്തിഷ്ക രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ ആണ്. ഓക്കെ, അടുത്തത് ECG, ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG. ECG കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ. ആരാണ്? വില്യം ഐൻതോവൻ ആണ്. ഹൃദയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്ത ആൻജിയോഗ്രാം ടെസ്റ്റ്. ഈ ആൻജിയോഗ്രാം ടെസ്റ്റും ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ആൻജിയോഗ്രാം. അപ്പൊ ഹൃദയ രോഗം കണ്ടുപിടിക്കാൻ 2 ടെസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാ? ECGയും ആൻജിയോഗ്രാമും. ECGയും ആൻജിയോഗ്രാമും. അടുത്തതാണ് മാമോഗ്രഫി. ഏതാണ്? മാമോഗ്രഫി. സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് മാമോഗ്രഫി. ഏതാണ്? സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് മാമോഗ്രഫി. മറക്കരുത്. അടുത്തത് പാപ്പസ്മിയർ ടെസ്റ്റ്. പാപ്പസ്മിയർ ടെസ്റ്റ് ആണ് ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? പാപ്പസ്മിയർ ടെസ്റ്റ്. പാപ്പസ്മിയർ ടെസ്റ്റ്. ഇനി ബയോപ്സി. അറിയാം, ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബയോപ്സി. ഏതാണ്? ബയോപ്സി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അപ്പം ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതൊക്കെയാണ്? ECGയും ആൻജിയോഗ്രാമും. അപ്പൊ 2 ടെസ്റ്റുകളാണ് ഹൃദയരോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്, ECGയും ആൻജിയോഗ്രാമും. അടുത്തത് മാമോഗ്രഫി. നമുക്കറിയാം, സ്തനാർബുദം കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് മാമോഗ്രഫി. ഇനി പാപ്പസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. ബയോപ്സി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. ഓക്കെ, അടുത്തത് ഇഷിഹാര ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇനി അടുത്തത് റോസ് ബംഗാൾ ടെസ്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിറോഫ്താൽമിയ കണ്ടുപിടിക്കാനാണ് റോസ് ബംഗാൾ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തതയും, റോസ് ബംഗാൾ ടെസ്റ്റ് സിറോഫ്താൽമിയയും. അടുത്തതാണ് ടൂർണിക്കേറ്റ് ടെസ്റ്റ്. ടൂർണിക്കേറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. ഡെങ്കിപ്പനി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ടൂർണിക്കേറ്റ് ടെസ്റ്റ്. DNA നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിത്വം. പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പോളിഗ്രാഫ് ടെസ്റ്റ്. ഏതാ? പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്.
ഓക്കെ, അടുത്തത് ഡോപ്പ് ടെസ്റ്റ്. ഉത്തേജക മരുന്ന്, നമ്മളുടെ ബോഡിയിൽ ഉത്തേജക മരുന്ന് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡോപ്പ് ടെസ്റ്റ് നടത്തുന്നത്. അതായത് നമ്മുടെ കായികപരമായിട്ടുള്ള മത്സരങ്ങളിലും എല്ലാത്തിലും പോകുമ്പോൾ ഈ ഉത്തേജക മരുന്ന് നമ്മുടെ ബോഡിയിൽ കുത്തിവെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടെസ്റ്റാണ് ഈ ഡോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡോപ്പ് ടെസ്റ്റ് ഉത്തേജക മരുന്ന് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റ് ആണ്. അടുത്തത് ഡോട്ട്സ്, ക്ഷയം ഉണ്ടോ എന്ന് അറിയുന്നതാണ് ഡോട്ട്സ്. ഇനി അടുത്തത് മാൻഡോക്സ്, അതും ക്ഷയമാണ്. മാൻഡോക്സും ക്ഷയം ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. ടൈം ടെസ്റ്റും ക്ഷയത്തിനുള്ള ടെസ്റ്റാണ് ടൈം ടെസ്റ്റ്. അപ്പം 3 ടെസ്റ്റുകളാണ് ക്ഷയത്തിനുള്ളത്. ഏതൊക്കെയാണ് 3 ടെസ്റ്റുകളാണ് ക്ഷയത്തിനുള്ളത്? ഡോട്ട്സ്, മാൻഡോക്സ്, ടൈം ടെസ്റ്റ്. ഡോട്ട്സ്, മാൻഡോക്സ്, ടൈം ടെസ്റ്റ്. ഏതൊക്കെയാ? ഡോട്ട്സ്, മാൻഡോക്സ്, ടൈം ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഹിസ്റ്റാമിൻ, കുഷ്ഠത്തിനുള്ള ടെസ്റ്റാണ് ഹിസ്റ്റാമിൻ. ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് കുഷ്ഠത്തിന്, ലെപ്രോമിൻ ടെസ്റ്റ്. കുഷ്ഠം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ലെപ്രോമിൻ. അപ്പൊ രണ്ട് തരം ടെസ്റ്റുകളാണ് കുഷ്ഠം കണ്ടുപിടിക്കാനുള്ളത്, ഹിസ്റ്റാമിനും ലെപ്രോമിനും. മറക്കരുത്, ഹിസ്റ്റാമിനും ലെപ്രോമിൻ ടെസ്റ്റും. ഓക്കെ, അടുത്തത് എലിസ ടെസ്റ്റ്, എയ്ഡ്സ്. അപ്പം എലിസ ടെസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് എലിസ ടെസ്റ്റ് ആണ് എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ട്, അതും എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. നേവ ടെസ്റ്റ്, അതും എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. നേവ, എയ്ഡ്സ്. സോട്ട് ടെസ്റ്റ്, എയ്ഡ്സ്. റാപ്പിഡ് ടെസ്റ്റ്, എയ്ഡ്സ്. PCR ടെസ്റ്റ്, എയ്ഡ്സ്. അപ്പൊ എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് എലിസ ടെസ്റ്റ്. അപ്പൊ എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഒന്ന് എലിസ ടെസ്റ്റ്, 2 വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്, സോട്ട് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ്. ഒന്നുകൂടെ പറയാം, എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാ? എലിസ, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്, സോട്ട് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ്. ഇത്രയുമാണ് എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. അടുത്തയാണ് ഷിക്ക് ടെസ്റ്റ്. ഏതാണ് ഷിക്ക് ടെസ്റ്റ്? അതേതാ? ഡിഫ്തീരിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. ഓക്കെ, ഷിക്ക് ടെസ്റ്റ്, ഷിക്തീരിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ് ആണ് ഡിഫ്തീരിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഇനി വൈഡാൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഏതാണ്? വൈഡാൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബിലിറുബിൻ ടെസ്റ്റ് എന്താ? മഞ്ഞപ്പിത്തം. വാസർമാൻ ടെസ്റ്റ് സിഫിലിസ്. വേറൊരെണ്ണം കൂടെ ഉണ്ട്, VDRL ടെസ്റ്റ്. EEG മസ്തിഷ്ക രോഗങ്ങൾ, ECG ഹൃദയരോഗങ്ങൾ, ആൻജിയോഗ്രാം ഹൃദയരോഗങ്ങൾ, മാമോഗ്രഫി സ്തനാർബുദം, പാപ്പസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ, ബയോപ്സി ക്യാൻസർ, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് സിറോഫ്താൽമിയ, ടൂർണിക്കേറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി, DNA പരിശോധന, പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന, ഡോപ്പ് ടെസ്റ്റ് ഉത്തേജക മരുന്ന്, ഡോട്ട്സ്, മാൻഡോക്സ്, ടൈം ടെസ്റ്റ്. ഇത് 3ഉം ക്ഷയത്തിനുള്ളതാണ്. ഹിസ്റ്റാമിൻ, ലെപ്രോമിൻ, ഇത് കുഷ്ഠം. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്, സോട്ട് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ്. ഇത് ഇത്രയും എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.